ഖുതുബ നടക്കുമ്പോഴേ ഒരു കാര്യം പറയാം, ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഖുതുബ നടക്കുമ്പോൾ ഇമാം മെമ്പർമ കയറേണ്ട ഒരു ബക്കറ്റ് കൊടുത്തയക്കല്. ദയവ് ചെയ്ത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുക. ജുമുഅ തുടങ്ങിയ പിന്നെ അവന്റെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ഫഖദ് ലഗാ, ജുമുഅന്റെ ഖുതുബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു. ലഗവ് ചെയ്തു. മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗാ. അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ബക്കറ്റ് കിട? അത് ലഘുവല്ലേ? അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ? ഒന്നുകിൽ ഖുതുബ തുടങ്ങിയിട്ട് മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തയക്കലൊക്കെ. ഇല്ലേ ജുമുഅ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. ഖുതുബ നടക്കുന്നിടയ്ക്ക് ഈ ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല. നമ്മുടെ ഖുതുബയെ അത് ബാധിക്കും. ഖുതുബ തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ മൻ മസ്സൽ ഹസ്വാഫ, അന്ന് പള്ളിയിൽ ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലാണ്. തങ്ങൾ പറഞ്ഞു ആ കല്ലിൽ ഒരാൾ തൊട്ടിങ്ങനെ കളിച്ചു എന്ന് വിചാരിച്ചു. കല്ലിൽ ഇപ്പൊ എന്ത് കളിക്കാനാ? ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ലഗാ, ജുമുഅയോട് ചെയ്യേണ്ട അദബ് അയാൾ ലംഘിച്ചു. അങ്ങനെയാണെങ്കിൽ ജുമുഅ ഖുതുബന്റെ കൂലി ആ മനുഷ്യന് കിട്ടൂല. അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞ് മിമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം. ഖുതുബ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അദബൻ ദിക്ർ, അള്ളാന്റെ ദിക്റാണ് പറയുന്നത് എന്ന ബോധത്തോടുകൂടെ അവിടെ ഇരിക്കണം. ഒന്ന് തിരിയാനും ഖുർആൻ ഓതാൻ പാടില്ലല്ലോ. ഖുതുബ നടക്കുമ്പോ എനിക്ക് തിരിയില്ല, ഞാൻ ഖുർആൻ ഓതട്ടെ എന്നൊന്നും മുസാഫ് എടുക്കാൻ പാടുണ്ടോ? ജുമുഅന്റെ കൂലി നഷ്ടപ്പെടുന്നതാണ്. മിണ്ടാതിരിക്കണം. ദിക്ർ ചൊല്ലാൻ പറ്റുമോ? ഇമാം ഖുതുബ ഓതുമ്പോ ദിക്ർ ചൊല്ലാൻ പാടില്ല, മിണ്ടാണ്ടിരിക്കണം എന്നാണ്. അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത്? ഈ ബക്കറ്റ് കൊടുത്തു വിടരുത്. ചില പള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ. അത് ജുമുഅയുടെ ഖുതുബയെ ബാധിക്കും. അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അപ്പൊ അത് അതിന്റെ ശേഷം ചെയ്യുക, അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യുക. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ്. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉണർത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ.